ഇപ്പോൾ ടൈം രാവിലത്തെ 4:45 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 4:30ക്കാണ് എണീറ്റിട്ടുള്ളത്. സാധാരണ നമ്മൾ 5:30 ആകുമ്പോഴാണ് കേട്ടോ എണീക്കൽ. റെയറായിട്ട് ഈ ഒരു ടൈമിൽ എണീക്കലുണ്ട്. അതൊക്കെ തലേ ദിവസത്തെ ബെഡ് ടൈമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നേരത്തെ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, പണികളും കാര്യങ്ങളും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് തന്നെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കിടക്കലുണ്ട്. അപ്പോൾ ആ ഒരു ഡേയ്സിൽ നമുക്ക് 4 o'clock ആകുമ്പോൾ തന്നെ സ്ലീപ്പ് ഫുള്ളായതുപോലെ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു ഡേയ്സിലാണ് ഇങ്ങനെ നേരത്തെ എണീക്കൽ. അപ്പോൾ സാധാരണ നമ്മൾ 5:30 ആണ് നമ്മുടെ നോർമൽ ഡേയ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 4:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേയ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രഷ്നെസ് ഉള്ളൊരു ടൈമാണിത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എപ്പോഴും എണീക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിനുള്ളതൊക്കെ കുഴച്ച് വെച്ചു. അതുപോലെ ചെറുപയർ കറിയാണ്, അപ്പോൾ അതിനുള്ളത് വേവിക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മിഡ് ടൈമിലാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളെല്ലാം റീഫിൽ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബോട്ടിൽസൊക്കെ വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതൊന്നും കൂടെ വൈപ്പ് ചെയ്തിട്ട് നമുക്ക് റീഫിൽ ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഓരോന്നും റിഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐറ്റംസ് എല്ലാം റീഫിൽ ചെയ്യുന്ന ടൈമിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ജൂൺ 1 കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വിശക്കുമ്പോൾ എടുത്ത് കൊടുക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ആ ഒരു ടൈമിൽ കൊടുക്കാനുള്ളതും വൈകുന്നേരം പഠിക്കാനിരിക്കുന്ന നേരത്ത് എടുത്ത് കൊടുക്കാനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ആക്സസിബിൾ ആവുന്ന രീതിയിൽ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഒരു ടൈമിൽ കൺസിഡർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള നെക്സ്റ്റ് ഡേക്കുള്ള ടിഫിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം ചെയ്തെടുത്ത് വെക്കാനുണ്ടെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാനെല്ലാം ഓരോന്നും റീഫിൽ ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള പ്ലേസിലൊന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി വന്നിട്ട് ഈ ഒരു സെറാമിക് ജാറിൽ വെക്കുന്നത് കുറച്ച് കോഫി പാക്കറ്റ്സ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള പാക്കറ്റ്സൊക്കെ നമുക്ക് ഇതുപോലെയുള്ള സെറാമിക് ജാർസിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് സെറാമിക് ജാർസൊക്കെ ലിഡൊക്കെ ഇങ്ങനെ ടൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിലൊക്കെ എന്താ സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ക്ലോസ്ഡ് പാക്കറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു വലിയ ജാറില്ലേ സെറാമിക്കിൻ്റെ, അതിൽ ഞാൻ സോൾട്ടാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ സെറാമിക്കിൻ്റെ ആ ഒരു ബോട്ടിലിൽ നമ്മൾ വിനെഗർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെയുള്ള സെറാമിക് ജാർസിൽ പുളി കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അസറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ സെറാമിക്കിൻ്റെ ജാർസും ബോട്ടിൽസും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഇതാ ആ ഒരു മിഡ് ടൈമിൽ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു കറി കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാൻ നേരത്ത് നമ്മുടെ ആ ഒരു സ്റ്റൗവിൽ തന്നെ ഈ ഒരു പൊട്ടാറ്റോയും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ളതല്ല, വൈകുന്നേരത്തെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ എന്തായാലും കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എത്ര നേരം കിച്ചണിലുണ്ട് അത് നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം അതിലൂടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അത് ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ കുക്കിങ്ങിൻ്റെ മിഡ് ടൈം യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ടൈമും പാരലലായിട്ട് വേറൊരു വർക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം വേവിക്കാനും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മീൻകറി വന്നിട്ട് തലേദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചൂടാക്കിയിട്ടേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കറി എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറുപയർ കറി മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴിക്കാറില്ല, അതുകൊണ്ടാണ് അതിൻ്റെ ഒപ്പം മീൻ കറിയും കൂടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളും കൂടിയിട്ടേ കഴിക്കാനുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചായയും കൂടെ എടുത്തിട്ട് നമ്മളും കൂടെ കഴിക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചക്കയുടെ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാം. നാടൻ കറിയാണ്, അപ്പോൾ നല്ല ഹെൽത്തി വേയിലാണ് കേട്ടോ അതുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായിട്ടാണ് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വിളിച്ച് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സിസ്റ്റർ വന്നപ്പോൾ ഇതിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പൊതുവേ പച്ചക്കറി കാര്യങ്ങളെല്ലാം കഴിക്കുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം സിസ്റ്റർ വന്ന് ഉണ്ടാക്കിയപ്പം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള തേങ്ങ എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് തേങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പാലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു സ്പൈസി കറിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള ഒരു ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 പേർക്ക് കഴിക്കാൻ ഈ ഒരു ചക്കയുടെ ഹാഫ് പോർഷൻ തന്നെ ധാരാളമാണ്. അപ്പോൾ ഒരു നേരം കഴിക്കാനൊക്കെ അത് മതിയാകും. ഇനി വന്നിട്ട് അതിൻ്റെ തൊലി കാര്യങ്ങളൊക്കെ നീറ്റാക്കി കളഞ്ഞതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷനില്ല അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാനും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഉപ്പ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. വേറെ മഞ്ഞൾപ്പൊടിയോ വേറൊരു പൊടി കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചക്ക ക്ലീൻ ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസാക്കിയിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേവിക്കാൻ നേരത്ത് കുറച്ച് വെള്ളം മാത്രം വെച്ചിട്ട് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പാലൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ തിന്നായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കറി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചക്ക ഇതുപോലെ തവിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സ്മാഷറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചക്ക ഉടച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഉടച്ചെടുക്കുമ്പം തന്നെ നല്ല തിക്കായിട്ടാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കപ്പോളം വരുന്ന തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് കറിവേപ്പിലയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും വറ്റൽ മുളകുമാണ് നമ്മളിതിലേക്ക് താളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അതുപോലെ മസാലപ്പൊടികളൊന്നും ഈ ഒരു കറിയിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല. ഇനി വന്നിട്ട് ഈ ഒരു ഉടച്ചെടുത്ത് വെച്ചിട്ടുള്ള ചക്കയിലേക്ക് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. തിളയൊന്നും വരുന്നതിന് മുമ്പ് ഇറക്കി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഞാൻ കറി തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് തന്നെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു താളിപ്പും കൂടിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി താളിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാതെ ഒരു 5 മിനിറ്റ് അങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറികളുടെ ആ ഒരു താളിപ്പ് കാര്യങ്ങളെല്ലാം മിക്സ് ആവാനും നല്ല ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും കൂടിയിട്ട് അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഏത് കറിക്കും നമ്മൾ താളിപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഇളക്കി കൊടുക്കാതെ ജസ്റ്റ് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് സെർവിങ് ബോളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കുള്ള ഫുഡാണ് എടുത്ത് വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ടില്ല, നമ്മളൊന്ന് ഫ്രഷായിട്ട് പ്രെയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കുള്ള ഫുഡ് മാത്രം ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 12:20 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ കിച്ചൺ വർക്കും അതുപോലെ ബാക്കിയുള്ള ഹൗസ് ചോർസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ കുക്കിംഗ് മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡേയ്സ് എല്ലാം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇനി ഇത് വന്നിട്ട് എൻ്റെ ആഫ്റ്റർനൂൺ സെക്ഷനാണ്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഹോബീസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ടൈം ഷെയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ആഫ്റ്റർനൂൺ ഉറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരിക്കുക. അപ്പോൾ റെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുക, ഉറങ്ങാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.